കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവമായിട്ടാണ് നമുക്ക് മരിയൻ ഉടമ്പടി എന്ന വലിയൊരു പ്രാർത്ഥന 2015 ദൈവപിതാവ് നൽകിയത്. അന്ന് 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ആയിരങ്ങൾ പങ്കെടുത്ത ആരാധനാ മധ്യേ ദൈവമാതാവ് പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ ദുരന്ത മുഖത്തായിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയെടുത്ത് ദൈവ നിയോഗങ്ങൾ നിവർത്തിയാകാൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നടപ്പിൽ വരുവാൻ നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ച് മുന്നേറുന്നത്. ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടുകൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി പൂർത്തീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഈ ആലയത്തിൽ ഇതേ സമയം ശുശ്രൂഷ ചെയ്ത് വിവിധ മേഖലകളിലായിരിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വചനം ശ്രവിക്കാൻ പോകുന്ന ഈ ആരാധനാ മണിക്കൂറിൽ ഈശോയിടത്ത് ചെലവഴിക്കാൻ പോകുന്ന ഈ മണിക്കൂറിനെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം നമുക്കും ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃത്യ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ച് ഈ അപ്പമായി ഈ ആരാധന എഴുന്നള്ളാൻ പോകുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളോട് കൂടെ ആയിരിക്കുന്ന 2-3 പേര് അവൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ നമ്മളുടെ കൂടെ ആയിരിക്കുന്ന ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി നാളിതുവരെ 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്തു പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ഒപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ നിയോഗങ്ങളും ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തോടെ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ആരാധനയിലൂടെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവിടുത്തെ പരിശുദ്ധമായ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളെല്ലാവരെയും വിവിധ സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ദൈവാനുഭവങ്ങൾ ലഭിക്കുവാൻ ഈശോയെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ.
സേവിച്ചിടും ഞാൻ കരങ്ങളിൽ ഈശോയോട്ട് നീട്ടിക്കൊണ്ട് നമുക്ക് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ദിവസത്തിന്റെ അഭിഷേകം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന മഹത്വം ആരാധന. മരിയൻ ഉടമ്പടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ ദിവസത്തിന്റെ പ്രത്യേക അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടവരുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്നേഹത്തോടെ യേശുവെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഏറ്റുവാണ്. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളുടെ നിയോഗങ്ങള്
മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി ജോസഫ് അച്ഛനെ ദൈവപിതാവിന്റെ കരങ്ങളിൽ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കാനും ശക്തീകരിക്കുവാനും ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛന്റെ അതരങ്ങളിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ കേൾക്കുമ്പോൾ ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനം ഉണ്ടാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ. കൈകൾ ഉയർത്തി പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ. കൈകൾ ഉയർത്തി പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാൻ രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ശ്രുതിക്കടെ മക്കളെ, ശ്രുതിക്കടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന സന്ധിബന്ധങ്ങളിലും മാംസപെശുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ യേശുനാമം മഹത്വപ്പെടുവാൻ ആരാധന സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും അവരുടെ ജീവിത മണ്ഡലങ്ങളിലെല്ലാം അവർക്ക് വീഞ്ഞില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത്. അമ്മയെ പരിശുദ്ധ അമ്മ ജോലിയില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കലെ മക്കളെ. അമ്മയെ പരിശുദ്ധമേ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്ന, വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പോകുന്നവർ, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, വിദേശയാത്രയിൽ കുടുങ്ങിപ്പോയവർ, ജയിലകപ്പെട്ട മക്കൾ, പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ, വീട്ട് തടസ്സങ്ങളുള്ളവർ, കർത്താവ് അവരിപ്പോൾ കണ്ണീരിലൂടെ ഞങ്ങളുടെ തിരുസേനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, എൻ്റെ കർത്താവ്, കുഞ്ഞുങ്ങളില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തോരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ്, പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ് സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവ്, വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുകൊണ്ടിരിക്കുന്ന വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, കർത്താവ് വീടില്ലാത്തവരെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവരെല്ലാം കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ചൊരിയുടെ കർത്താവ്, ഭർത്താവ് മരിച്ചുപോയവർ, ജീവിത പങ്കാളി മരിച്ചുപോയവർ, അകന്ന് താമസിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് അപകടം പറ്റിയവർ, കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്, പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ, കർത്താവ് തടസ്സങ്ങളുള്ളവർ, കർത്താവ് ലോൺ കിട്ടാത്തവർ, കർത്താവ് അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവമേ എന്ത് ചെയ്യണം, ആര് സഹായിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത കർത്താവ് വിഷമിക്കുന്ന മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മഹത്വം. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയിൽ വിളിച്ചു പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ.
ഇട്ട് നിൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ വിലപ്പെട്ടവരാണെന്നുള്ള ആഴമായ വചനബോധ്യം നൽകിയതിന് ഈശോയെ നന്ദി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതെ നിത്യതയിൽ ഈശോയെ നിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.